Hey everyone, so welcome to our YouTube channel. ഇന്നത്തെ ഒരു ന്യൂ ഇയർ ഈവ് ഒരു കുട്ടി വ്ളോഗാണ്. എന്തൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് കുറച്ച് കുക്കിങ്ങും ഞങ്ങളൊരു കെട്ടുകുതിർ പോലെ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഐ വോണ്ടഡ് ടു വിഷ് എവ്രി വൺ എ വെരി ഹാപ്പി ന്യൂ ഇയർ 2026. എല്ലാവരും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വർഷമാവട്ടെ എന്ന് ഐ വിഷ് എവ്രി വൺ. അപ്പം വീണ്ടും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. യെസ്, അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇന്നത്തെ കുക്കിംഗ് ഏറ്റെടുത്തേക്കുമായിരുന്നു. അച്ചയുടെ വക പോർക്ക് റോസ്റ്റ്, ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കി, ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കി, ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, അങ്ങനെ ഒരുപാട് ഡിഷസ് ഇന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാമായിട്ട് നമ്മളൊരു ഗെറ്റ് ടുഗദർ വീട്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാനി ഇവിടെ പാല് കുടിക്കുന്നു. അപ്പോൾ ചേച്ചി പാല് കുടിക്കുന്ന ടൈമിൽ ഒരാൾ നല്ല ഉറക്കമാണ്. ഞാൻ തീരെ ഒരു പോർക്ക് കഴിക്കുന്ന ഒരാളേ അല്ല, പക്ഷേ അച്ഛയ്ക്കും വീട്ടിൽ ചേട്ടനും ചേച്ചിക്കും എല്ലാം പോർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ പ്രിഫറൻസിലാണ് ഇന്ന് പോർക്ക് റോസ്റ്റ്. അപ്പോൾ ചേട്ടൻ ഇവിടെ പോർക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ബട്ടർ ഇട്ടു, മിൽക്കി മിസ്റ്റ് പനീർ ക്യൂബ്സ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം പനീർ ഒന്ന് ഫ്രൈ ചെയ്തു. പനീർ ഫ്രൈ ആയപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോഴത്തേക്കും വേറൊരാൾ അവിടെ എണീറ്റ് സർക്കസ് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവൻ അവിടെ നിന്ന് എണീറ്റിരിക്കണം. ആ പരീക്ഷണത്തിലാണ് ഋതു. അപ്പോൾ വീണ്ടും ആ പാനിൽ ഞാൻ ബട്ടറും സ്പൈസസും സവാള, തക്കാളി, പച്ചമുളക്, ഉപ്പ് എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റാനിട്ടു. പിന്നീട് ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തു. ഞാനൊരു പ്രോ കുക്കൊന്നും അല്ല, പക്ഷെ ഞാൻ യൂട്യൂബിലുള്ള പരീക്ഷണങ്ങളെല്ലാം ഇടയ്ക്ക് ചെയ്യും. അതിനിടയിൽ 2 പനീർ എടുത്ത് കഴിക്കും. എല്ലാം റോസ്റ്റായി വന്നപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കസൂരി മേത്തി എല്ലാം ഇട്ടിട്ട് ആ പേസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ച് അത് വീണ്ടും പാനിലേക്ക് ഇട്ടിട്ട് പനീർ ഫ്രൈ ചെയ്തതും കസൂരി മേത്തിയും ഫ്രഷ് ക്രീമും ലാസ്റ്റ് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി. പിള്ളേരെ വെച്ചിട്ട് ഇത്രയൊക്കെ കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് ഒട്ടും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരാണ് ഓരോരോ ഐറ്റംസ് കുക്ക് ചെയ്തത്. അമ്മ റൈസ് വെച്ചു, അച്ഛയുടെ പോർക്ക് റോസ്റ്റ് ഇടയിൽ റെഡി. അപ്പോൾ ഇതാ ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിലെത്തി. കുഞ്ഞിപ്പെണ്ണ് ഉണ്ടായിട്ട് ഇവർ ആദ്യമായിട്ടാണ് ഇന്ന് വീട്ടിലേക്ക് വരുന്നത്. അവളെ കണ്ടതും ഋതൂട്ടം കുറച്ച് സർക്കസ് ഒക്കെ കാണിച്ചോടെ. ഇവരെല്ലാവരും ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം ബ്രദേഴ്സിനെ പോലെയാണ്. എല്ലാവരും കൂടി ഇപ്പോൾ അർജുൻ കൂടെ വേണമായിരുന്നു എന്ന് എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അർജു കാലിക്കറ്റും ഞാൻ കൊച്ചിയിലുമാണുള്ളത്. പക്ഷെ വൈകാതെ നമ്മൾ മീറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് കുക്കിംഗ് എല്ലാം സെറ്റ് ചെയ്തു. ഞങ്ങൾ മീൻവെയിൽ കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി. എല്ലാവരും ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. ഒരുപാട് വർഷമായിട്ട് ഇവരെല്ലാവരുമാണ് നമ്മുടെ ന്യൂ ഇയർ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തു പോയി ന്യൂ ഇയർ ആഘോഷിക്കാറേ ഇല്ല. ജാനിയുടെ കണ്ണെവിടെ? ജാനിയുടെ മൂക്കെവിടെ? മൂക്കെവിടെ? കമ്മലുണ്ടോ? വള എവിടെ? ഗുഡ് ഗേൾ. അമ്മയുടെ മുത്തേതാ? അങ്ങനെ 12 ആവാറായപ്പോൾ നമ്മുടെ യൂഷ്വൽ ന്യൂ ഇയർ കേക്ക് മുറിക്കാനായിട്ട് നമ്മൾ റെഡിയായി. ഇത്തവണത്തെ ന്യൂ ഇയർ കേക്ക് എൻ്റെ കസിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തൃപ്പൂണിത്തുറ സൈഡുള്ള ആർക്ക് വേണമെങ്കിലും കേക്ക്സ് ഓഫ് പാരഡൈസ് മെസ്സേജ് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിൽ. ചേച്ചി നല്ല അടിപൊളി ഹോം ബേക്കറാണ്. അങ്ങനെ ന്യൂ ഇയർ കേക്ക് എല്ലാം കട്ട് ചെയ്തു. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ 2026 ഞാൻ ഒന്നും കൂടെ വിഷ് ചെയ്യുകയാണ്. ഇപ്പം തന്നെ ടൈം നല്ലപോലെ വൈകി. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ എല്ലാം പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും പോയപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കേക്ക് കഴിക്കണ ഒരാളെ കണ്ടോ? ആദ്യം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ 2026 നല്ലൊരു തുടക്കമായി. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.